അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി. വീട് ഫെയ്ത്തുവിന്റെ വീട്, വീട് ഫെയ്ത്തുവിന്റെ വീട്. കളിക്കാൻ വന്നതാണെങ്കിൽ മര്യാദ ഇത് എന്റെ മാർക്കല്ലേ? ഫെയ്ത്തുവിന് 0. എന്റെ ഗോളല്ലേ ഇത്? എന്ത് നിനക്ക് 0? നീ കളിക്കാൻ വന്നയാണോ? നീ പോയിക്കേ. ഫെയ്ത്തു ഇത് പൊട്ടിപ്പോവും. പോ 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 പോ. Faithu is a cheater. Faithu is a big girl. Faithu is a cheater. Faithunu kode arula. Faithu is a cheater. She is a cheater. Na 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 na. No 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 no. ഫെയ്ത്ത് കുട്ടൻ സർപ്രൈസ്. എന്താ പറ്റിയ? എന്താ പറ്റിയ മോളെ? അപ്പേ ഇച്ചിരി തിരക്കില്ലായിരുന്നു. ഇത് ചേട്ടായിക്ക് കൊടുക്കുന്നുണ്ടോ ഒരെണ്ണം? ചേട്ടായി എന്തിനാ അടിച്ചേ? കളിക്കുമ്പോഴോ? ചേട്ടായി അടിച്ചു? കൊച്ചെന്തേലും കുസൃതി കാണിച്ചായിരുന്നോ? ആണോ? കൊച്ചിന് സങ്കടമായോ? ഇത് കഴിച്ചോ? അപ്പൊ സങ്കടം പൊക്കോളും കേട്ടോ. നമുക്ക് ചേട്ടായിനും കൂടെ വിളിച്ചാലോ? എടി തന്നെത്താൻ തിന്നുവല്ലേ? അപ്പൊക്കെ ഇരുപടി ഒരു പീസ്. താങ്ക് യു. ഇനി ചേട്ടായിക്ക് കൊടുക്കണ്ടേ? ഇത് ചേട്ടായിക്ക് കൊടുത്താലോ? ഇത് നാളെ സ്കൂളിൽ കൊണ്ടുപോവാം. ഓക്കേ. ഇതവിടെ വെച്ചോ. നമുക്ക് എടുത്തു വെക്കാവേ. എന്നാ ചേട്ടായിനെ വിളിച്ചിട്ടോ, നമുക്ക് ചേട്ടായിക്ക് കൊടുക്കാലോ. കുട്ടിപ്രായങ്ങളിൽ മക്കൾ കളിച്ചു വളരേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് അവരെ കളിക്കാൻ നമ്മൾ അനുവദിക്കണം. കുഞ്ഞുങ്ങളുടെ കളികൾ അവരെ മാനസികമായ ഉല്ലാസത്തിലേക്കും സന്തോഷത്തിലോട്ടുമൊക്കെ നയിക്കാറുണ്ട്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അവർ കളിച്ചു കഴിഞ്ഞാൽ ജയം അവർ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുകയാണ്. തോൽക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇവിടെ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പപ്പ വന്ന് മോളോട് ചോദിക്കുന്നു, എന്തു പറ്റി? എന്നെ ചേട്ടായി അടിച്ചു എന്നാണ് പറയുന്നത്. ആ കളിയിലൂടെ ഇവര് ഏറ്റെടുത്ത മനസ്സിന്റെ ഭാവങ്ങളെ ലഘൂകരിക്കാനായിട്ട് ആ അപ്പൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഹൃദയത്തിന്റെ ആ ഉള്ളറകളിലേക്ക് ചേട്ടായിയോടുള്ള സ്നേഹത്തിലേക്ക് കടന്നു വരാൻ സഹായം നൽകുന്നു. വാസ്തവത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ വളർത്തിയെടുക്കേണ്ടുന്ന ഈ ഒരു മനോഭാവം മാതാപിതാക്കള് ആ സമയത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ അത് വളരുന്നത്, വലുതാകുന്നത്.
അപ്പൊ അങ്ങനെ ഒരു വളർച്ചയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോകുവാനായി മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വളർച്ചയുടെ പടവുകളിൽ അവരുടെ കൂടെ ആയിരിക്കാൻ സാധിക്കട്ടെ. തിരുത്തലുകൾ കൊടുക്കേണ്ടിടത്ത് തിരുത്തലുകൾ കൊടുക്കാനും പ്രോത്സാഹനം കൊടുക്കേണ്ടിടത്ത് പ്രോത്സാഹനം കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ നാളെയിലേക്ക് നല്ലൊരു തലമുറ ജന്മം കൊടുക്കുവാൻ, വളർന്ന് പക്വം പ്രാപിക്കുവാൻ മാതാപിതാക്കളുടെ സാന്നിധ്യം ഏറെ ഉപകാരപ്രദമാണ്. അതിന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി.